വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. നോക്ക് അവൻ CCTV ഓഫ് ചെയ്യുന്ന കണ്ട. അവന്റെ വിരല ഗ്ലൗസിന്റെ അടുത്ത് കണ്ടില്ലേ ഒരു ഡയമണ്ട് റിംഗ് ഇരിപ്പുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്. ഹേയ് സൂപ്പർ. ഈ കള്ളന്മാരെ എത്ര തന്നെ ബുദ്ധി പ്രയോഗിച്ചാലും അവന്മാര് ക്ലൂ വിടാതെ പോവാറില്ല. ശരി, നിങ്ങൾ പറയൂ, ആരായിരിക്കും ഡയമണ്ട് റിംഗ് ഇട്ടിട്ടുണ്ടാവുക? ഇല്ലില്ല, അങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ല. അവൻ എന്റെ പാർട്ട്ണറാണ്, അവൻ എന്നെ ചതിക്കില്ല. അങ്ങനെയാണെങ്കിൽ 100% ആയിട്ടും അയാൾ തന്നെയാണ് ചെയ്തത്. നിങ്ങൾ എന്തൊക്കെയായി പറയണത്? മനസ്സിലായോ? അദ്ദേഹം എന്റെ പാർട്ട്ണർ മിസ്റ്റർ ഹിതൻ റാവലാണ്. അദ്ദേഹമാണ് ഇവിടെ ഡയമണ്ട് റിംഗ്സ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? ഇവിടുത്തെ പ്രോജക്ട് മുഴുവൻ ഫൈനാൻസ് ചെയ്തത് അദ്ദേഹമാണ്. മനസ്സിലായോ? സോ അദ്ദേഹം ഒരിക്കലും മോഷ്ടിക്കില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. ഒരു മിനിറ്റ്. കട്ടു, ഈ ബട്ടൂർ ഒരു ക്രിമിനൽ സ്മെല്ല് വരുന്നുണ്ട്. ക്രിമിനൽ സ്മെല്ല്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് റോബറി വെറും ഒരു ഡൈവേർഷൻ ആയിരുന്നു. ഹിതേൻ റാവൽ ആ ഷെയർ സിംഗിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും പോലീസും ഗട്ടുബട്ടുവും ആ ചിപ്പിന്റെ സെക്യൂരിറ്റിയിലാണെന്ന്. അപ്പോഴല്ലേ നമ്മളും മൻമാനി സാറും ഷെയർ സിംഗിന്റെ പുറകെ പോകൂ. പിന്നെ അവൻ വളരെ എളുപ്പത്തിലല്ലേ മോഷ്ടിച്ചിട്ട് പോയത്. എന്തൊട്ട് സോളിഡ് പ്ലാൻ ആയത് കട്ടു. ശരിക്കും നല്ല പ്ലാനിങ് ആണല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലട്ടാ. ഇപ്പൊ എന്താണ് ആലോചിക്കേണ്ടതെന്ന് വെച്ചാ അയാളിപ്പോ എവിടെ പോയിട്ടുണ്ടാവുന്നതാണ് നമ്മളിപ്പോ നല്ലോണം ആലോചിക്കേണ്ടത്. സർ, ഹിതൻ സർ മീറ്റിംഗിന് ശേഷം ഹോങ്കോങ്ങിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു സർ. പിന്നെ ഞാനുണ്ടല്ലോ, അവര് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നു. എയർപോർട്ടിൽ ടിക്കറ്റുമായി കാത്തിരിക്കുകയാണെന്ന്. അവിടെ കാണാമെന്ന്. ഇതിന് ഞാൻ തന്നെ ഒരു വഴി ഉണ്ടാക്കും. അത്ര പെട്ടെന്ന് അവനങ്ങനെ ഹോങ്കോങ്ങിലേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഞാൻ വിളിച്ചു പറയും, അവിടുത്തെ പോലീസ് വെറുതെ ഇരിക്കില്ല. അവൻ എത്ര വലിയ ബുദ്ധിശാലിയാണെന്ന് അറിയോ? അവൻ അത്ര മണ്ടനൊന്നും അല്ല. അവൻ ഫോണിൽ സംസാരിച്ചത് ഗോഡ്സിനെ കേൾക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അവന്റെ പ്ലാൻ അതായിരുന്നു. അത് കേട്ട് ഗോഡ്സ് നമ്മളോട് പറയും അവൻ ഹോങ്കോങ്ങിലേക്ക് ബൈ എയറിൽ പോകുന്നു എന്ന്. പക്ഷെ അവൻ പോകുന്നത് ഷിപ്പിലൂടെ ആയിരിക്കും, ഹോങ്കോങ്ങിലായിരിക്കില്ല, വേറെ എവിടെങ്കിലും. ബട്ടു, നമുക്ക് വേഗം തന്നെ പോണം. കെൻ സിംഗ് സർ, ഹിതൻ കാണാൻ എങ്ങനെയുണ്ടാകും? അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് തരാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. എന്നാ വാ കിട്ടു, നമുക്ക് പെട്ടെന്ന് പോവാം. എന്ത് മോഷണോ? ഓക്കെ, ഓവർ. കന്നാ സാർ, ഒരു ന്യൂസ് ഒന്ന് വന്നിട്ടുണ്ട്. കേൻ സിംഗ് സാർ ആർമിക്ക് വേണ്ടി ഒരു ചിപ്പ് തയ്യാറാക്കിയിരുന്നില്ലേ, അത് മോഷണം പോയത്രേ. നിങ്ങൾ വേണമെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കോളൂ. ഈ കളവിന്റെ പുറകിൽ ആ ഗട്ടുബട്ടുവിന്റെ കൈകൾ തന്നെ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, അനങ്ങിപ്പോകരുത്. സോറി സാർ. ഇൻസ്പെക്ടർ മൻമാനി, ഈ നഗരത്തിൽ നടക്കുന്ന എല്ലാ മോഷണങ്ങളിലും ഈ ഗട്ടുപട്ടു തന്നെയാണോ ഉൾപ്പെട്ടിരിക്കുന്നത്? അവർക്ക് രണ്ടുപേർക്കും സെക്യൂരിറ്റി ഏജൻസി ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. മൻമാനി, നിനക്ക് സൈക്കിൾ ഓട്ടിക്കാൻ ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഈ ജീപ്പ് വെച്ചിരിക്കുന്നത്? പറയൂ. എനിക്ക് ഇലക്ട്രിക് ഷോക്ക് അടിച്ചതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംഭവിക്കാറുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ചമ്മക് സിംഗ്, ചായ തരൂ. കിട്ടു, നോക്ക്, അവിടേക്ക് നോക്ക്. അവനാണ് ഹിതേൻ റാവൽ. ഈ ഫോട്ടോയിലുള്ള ഫേസ് അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. നോക്ക്. ബട്ടുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെന്തോ പ്രശ്നം വരാൻ പോകുന്നുവെന്ന്. എത്രയും പെട്ടെന്ന് വരുന്ന പോലെയുണ്ട്.
ബട്ടു ബട്ടു വേഗം ആ മോട്ടോർ ബോട്ടിലേക്ക് കേറ്. പ്രശ്നം ജീപ്പിലാണ് വരുന്നത്. ജീപ്പില് വേഗം കമോൺ. ബട്ടു എവിടെയാണ് ഓടുന്നത്? എവിടെയാണ് ഓടുന്നത്? നിയമത്തിന്റെ കാലുകൾക്ക് നീളം കൂടുതലാണ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. അവിടെ നിൽക്കേ, അനങ്ങിപ്പോവരുത്. വേണ്ട, ഓടരുത്. അവിടെ നിൽക്കേ. ഹേ ഗട്ടു, പ്രശ്നം വരുന്നു. മൻമാനി സാർ വരുന്നുണ്ട്. മൻമാനി സാർ വന്നു പെട്ടെന്ന്. ഏയ്, വേണ്ട, അവിടെ നിൽക്കേ. അവിടെ നിൽക്കാൻ. ഗട്ടുപട്ടു, അവിടെ നിൽക്കാൻ. അനങ്ങിപ്പോവരുത്. എന്താ ഇത്? ആരെങ്കിലും ഒന്ന് നിർത്തൂ. വേണ്ട, നിർത്തൂ. ഒന്ന് നിർത്തൂ. വേണ്ട. എന്താ ഇത്? അനങ്ങിപ്പോവരുത്. എന്താ ഇത്? അവിടെ നിൽക്കൂ. ഗട്ടുപട്ടു, അവിടെ നിൽക്കാൻ. ഇതെവിടെയാ മേലോട്ട് പോകുന്നത്? അനങ്ങിപ്പോവരുത്. വരൂ ഗട്ടു ബട്ടു, നിങ്ങൾ രണ്ടുപേരും വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന കുതിരകളാ. ഓടി ഓടി അവസാനം എന്നെ പിന്തുടർന്ന് ഇവിടം വരെ എത്തിയോ? ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, ബിസിനസിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിപ്പോ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കി പോണെന്നോ? ഇത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾ എങ്ങനെ അങ്ങനെ പോകാൻ പറ്റും? ഇത്രയും വലിയ കടലിൽ ഞങ്ങളുടെ വഴി എവിടെ നോക്കിയിട്ട് ഞങ്ങൾ പോവാനാ? തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയിട്ട് ഇങ്ങനെ പറയോ? ഓ എന്റെ ബട്ടു, അവര് പറഞ്ഞതിന് അർത്ഥം ഇവിടെ നിന്ന് നമ്മളോട് പോകാനാണ്. അതുപോലും നിനക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു നീ വലിയൊരു ബുദ്ധിമാനാണെന്ന്. നീ എന്താ വിചാരിച്ചേ ഞാനൊരു മണ്ടനാണെന്നോ? ഞാൻ ഈ ചിപ്പിന്റെ മുകളിൽ എത്ര ക്യാഷാ ഇൻവെസ്റ്റ് ചെയ്തെന്നറിയോ? എന്നിട്ട് ഞാനിത് ആർമിക്ക് കൊടുക്കുന്ന കരുതിയേ? അല്ലേലും ഓരോരോ ബാങ്കിനെ കൊള്ളയടിക്കുന്നതിൽ ഒരു രസമില്ല. അതുകൊണ്ട് എല്ലാം ഒറ്റ തവണ കൊണ്ട് മൊത്തമായിട്ട് അങ്ങ് കൊള്ളയടിക്കണം. പിന്നെ ഈ ചിപ്പിന് ഇന്റർനാഷണൽ ബ്ലാക്ക് മാർക്കറ്റിൽ അങ്ങ് വിറ്റേക്കണം. അങ്ങനെ ഞാൻ കോടീശ്വരനാകും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നോളൂ. ഞാൻ നിങ്ങളെ എന്റെ പാർട്ട്നേഴ്സ് ആക്കാവുന്നേ. എനിക്ക് നിങ്ങളെ പാർട്ട്നേഴ്സ് ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലത് ഹിതേൻ ട്രാവൽ. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ എന്താ കരുതിയേ ഞാൻ ഇവരെയൊക്കെ വെറും പിക്നിക്കിന് കൊണ്ടുപോകാൻ കൂടെ കൂട്ടിയതാണെന്നോ? ചിപ്പ് എന്താ ഹൽവയാണോ? നിങ്ങൾ വരും, അതെടുത്ത് കഴിക്കും, അത് കഴിഞ്ഞ് ഏമ്പൊക്കെ വിട്ട് നിങ്ങൾക്ക് അങ്ങ് പോവാമെന്ന് കരുതിയോ? എന്നാ നിങ്ങൾക്ക് തെറ്റി മക്കളെ. എന്നാ നമ്മുടെ പിള്ളേർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തോളൂ. ഹേ ഗട്ടു, അടിച്ചടാ. ലോട വേദനിക്കുന്നു. എന്റെ പല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു നടാവന്മാരെ തോന്നുന്നത്. എനിക്ക് വേദനിക്കുന്നു. ഓ എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? ഒരു മിനിറ്റ്, നിങ്ങളുടെ അടുത്ത് ഐസ് ഉണ്ടോ? ഈ ഐസ് നിങ്ങളായിരുന്നോ? സോറിയാ. ഇയാള് വില്ലനല്ലേ? ഇയാൾ എങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനാ? ഞാനൊരു മണ്ടനായി പോയി. സോറിയാ. ഓ
ഇവിടെ ഐസ് ഉണ്ടായിരുന്നോ? ഓ, കൊല്ലടാ ഇവനെ. ഭക്ഷണം. ഹലോ ബ്രദർ, ഒരു ഐസ് തരുവോ? മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണമെന്നേ. ഹെൽപ്പേ. ഞാനൊരു കാര്യം ചെയ്യ, പോയി ഐസ് എടുത്തോണ്ട് പോവാ. അതൊരിക്കൽ ഈ ബോക്സ് ഞാൻ ഭദ്രമായിട്ട് വെച്ചോളാം. ബോക്സ് എടുത്തെറിയ ഇങ്ങോട്ട്. കമോൺ വേഗം. ഈശ്വരാ, ഓഹോ, ഇതാ ചിപ്പിള്ള ബോക്സ് അല്ലേ? ചിപ്പിള്ള ബോക്സ്. കമോൺ ബട്ടു, വേഗം എടുത്ത് ചാട്. ചാടാനാ പറഞ്ഞത്. അതിന് ഇവരെന്നെ ചാടാൻ സമ്മതിച്ചാലല്ലേ കെട്ടു. വേണ്ട, അവരെ ഫോളോ ചെയ്ത് കൊണ്ടുപോവാ. കട്ടു. മന്മാനി സാറ് പുറകിൽ ഇങ്ങനെ തൊങ്ങിക്കൊണ്ട് വരികയാണല്ലോ. അതിന്റെ പുറകിൽ ഹിറ്റ് ആൻഡ് ട്രാവലും വരുന്നുണ്ട്. അവിടെ നിൽക്കേ. അണങ്ങി പോവരുത്. അയ്യോ, വേണ്ടെന്ന് പറഞ്ഞില്ലേ. Watch India's largest kids library only on Jio Hotstar. Download the app now.